ഈശ്വരൻ്റെ പ്രതിരൂപമല്ലേ അയാൾ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പൃഥുവിനെ കുറെ ഉപദേശിക്കുക ചെയ്തു. എന്തായാലും പൃഥുവിൻ്റെ മനസ്സിൽ വലിയ ദുഃഖമായി. ഇനി ഈ യാഗം പൂർത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം പറയണം. നൈവാത്മനെ മഹേന്ദ്രായ രോഷാമർഹാത്വമരിഹസി ഭദ്രം ദേ ഉത്തമ ശ്ലോക വിഗ്രഹോ. ഈ യാഗം നിങ്ങൾ മതിയാക്കൂ, ഇനി മതി എന്ന് പറഞ്ഞ് യാഗം നിർത്തിവെക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പൃഥുവിനോട് പറഞ്ഞു, അങ്ങ് ഇത് പൂർത്തീകരിക്കണം എന്നുള്ള ചിന്ത വിടുമെന്ന്. അത് കേട്ടപ്പം പൃഥുവിന് വലിയ വിഷമായി. അപ്പോഴാണ് അങ്ങോട്ട് ഭഗവാൻ പ്രകടമാവുന്നത്. 20-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഭാഗവതത്തിൽ ഈ പൃഥുവിന് ഭഗവാൻ നേരിട്ട് ഉപദേശം കൊടുക്കുകയാണ്. ഒരു രാജാവിന് ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശം കൊടുക്കുന്ന ഭാഗമാണ് ഇവിടുത്തെ 20-ാമത്തെ അധ്യായത്തിലെ പ്രത്യേകത. എന്നിട്ട് ഭഗവാൻ തൻ്റെ ആ അവസ്ഥയിൽ വേദനിച്ചിരിക്കുന്ന പൃഥുവിൻ്റെ അടുത്തെത്തിയിട്ട് പറയണം, ഏഷതേ കാരിഷൽ ഭംഗം ഹയമേദശതസ്യ ക്ഷമാപയത ആത്മാനം അമുഷ്യ ചന്തുവരിഹതി. ഏ രാജൻ, ഈ ഇന്ദ്രൻ അവിടുത്തെ യജ്ഞത്തെ മുടക്കി. അകാരിഷൽ ഭംഗം ഹയമേദശതസ്യ, 100-ാമത്തെ യജ്ഞം അവൻ മുടക്കി. അങ്ങ് എന്ത് ചെയ്യണം? ക്ഷമാപ, അവനോട് ക്ഷമിക്കൂ എന്നാണ്. ചന്തുമരിഹസി, അങ്ങ് അവനെ ക്ഷമിക്കാൻ അർഹനാണ് എന്നാണ് പറയുന്നത്. അത് പൂർത്തീകരിക്കാനല്ല ഭഗവാൻ പറയുന്നത്, ക്ഷമിക്കൂ അങ്ങാണ്. എന്നിട്ട് പറയുന്നു, സുതിയ സാധവോ ലോകേ നരദേവ നരോത്തമ നാവിദ്രുഹന്തി ഭൂതേഭ്യോ യർഹിനാത്മാ കളേവരം. സുതിയ വിവേകികളായിട്ടുള്ള ആളുകൾ, നരദേവ നരോത്തമാ സാധവോ വിവേകികളായിട്ടുള്ള സാധുജനങ്ങൾ, ന അഭിദ്രുഹന്തി ഭൂതേഭ്യോ അവരൊന്നും മറ്റുള്ളവരെ എന്ത് ചെയ്യില്ല, ദ്രോഹിക്കുന്നവരല്ല. കാരണം ന ആത്മാ കളേബരം, അവർക്കറിയാം ഈ ശരീരം ആത്മാവല്ല എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നു, വിവേകികൾ മറ്റുള്ളവരെ ദ്രോഹിക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ വൈവിധ്യങ്ങളെ കാണുന്നുവെങ്കിലും ആ വൈവിധ്യങ്ങൾക്കുള്ളിൽ അതിനെ നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നവരാണ് അവർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ജീവിതം നമ്മൾ ഭഗവാനിൽ അധിഷ്ഠിതമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ക്രമേണ നമുക്ക് മനസ്സിലാവും എല്ലാവരെയും നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പറയുന്ന ഒരു വലിയൊരു വിവേക ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മളെല്ലാവരും ഒരു നൂലിൽ കോർത്തിരിക്കുന്ന വ്യത്യസ്ത പൂക്കൾ മാത്രമാണ്. പൂക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ വാസനയിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കോർത്തിരിക്കുന്ന നൂലൊന്നു തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്ന മത്ത പരതരം നാണ്യൽ കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. നിങ്ങൾക്ക് ചെടികളെയും പൂക്കളെയും കാണാം, നിങ്ങൾക്ക് നൂലിനെയും കാണാം. നൂലിനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വിരോധങ്ങൾ അകന്നു പോവും. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, ഇവരോടും വിരോധം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഒരേ ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങൾ, ഒരേ സ്വർണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളായിരിക്കുന്ന ആഭരണങ്ങളെപ്പോലെ ഒരേ വ്യത്യസ്ത രൂപങ്ങൾ. സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്. സ്വഭാവവും നിറത്തിലും മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നിലും നമ്മൾ വ്യത്യാസമില്ല. എന്തിന് ഞാനിങ്ങനെ ദ്രോഹം കാണിക്കണം എന്ന് പറഞ്ഞ മനസ്സിനെ ആ ചിന്തയിൽ നിന്നും മാറ്റണം. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് അസംസക്ത ശരീരേസ്മിൻ അമുനോൽപാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ വാപി കക്കുര്യാൻ മമദംബുദാം. ഈ പൃഥു മഹാരാജാവ്, ഈ ശരീരബോധം ഇല്ലാത്തവർക്ക്, ശരീരേ അസ്മിൻ അസംസക്ത അപത്യേ ദ്രവിണേ, അവർക്കൊന്നും ഭാര്യ, മക്കള്, വീട്, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പരമമായി കാണാത്ത ആളുകൾക്ക് ഈ പറഞ്ഞത് സാധിക്കുള്ളൂ. തൻ്റെ ഭൗതിക സമ്പത്താണ് വലുതെന്ന് കരുതുന്നവർ അവർ ദ്രോഹിക്കും. എന്നാൽ എല്ലാവരെയും നിലനിർത്തുന്നത് ഒരേ ഭഗവാനാണെന്ന് പറയുന്നവർക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവും. ഇത് 2 സമീപനമാണ്. ഒന്ന് അവിവേക ബുദ്ധിയും, 2 വിവേക ബുദ്ധിയും. ഇത് 2 നമുക്കുള്ള കഴിവുണ്ട്, സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സതിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം. നമ്മൾ സ്ഥൂലമായി നോക്കുകയാണെങ്കിൽ വൈവിധ്യങ്ങളെ കാണും. സൂക്ഷ്മമായി നോക്കിയാലോ, നിങ്ങൾ ഊർജ്ജതന്ത്രം തന്നെ പഠിച്ചവരാണെങ്കിൽ, ഫിസിക്സ് പഠിച്ചവരാണെങ്കിൽ, സ്ഥൂലമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മാറ്ററാണ് അല്ലേ? ഈ സാധനവും ഇതൊക്കെ മാറ്റർ തന്നെയാണ് അവരുടെ ദൃഷ്ടിയിൽ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ന്യൂക്ലിയസിലും ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും പ്രോട്ടോണുകളും നോക്കുകയാണെങ്കിൽ, ആ ഘടനകളിലേക്ക് നോക്കുകയാണെങ്കിൽ, എനർജിയുടെ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ സൂക്ഷ്മ ദൃഷ്ടി വേണം നോക്കണമെന്ന്. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായുവും, അതുപോലെ തന്നെ എടുക്കുന്ന ഊർജം, എടുക്കുന്ന സൂര്യനും,
അതുപോലെ തന്നെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒരു വിശ്വഭാവന വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് രാവിലെ തന്നെ അങ്ങനെയൊക്കെ ജീവിതം തുടങ്ങാൻ പറയുന്നത്.